ഹലോ ഹായ് ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധു വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി കൂട്ടുകാരെ? 3-4 ദിവസമായല്ലേ? അപ്പം സിദ്ധു ഇപ്പോഴും നമ്മുടെ സിദ്ധു ലച്ചു ഈ ഒരു കോംബോ ഭയങ്കര ക്ലിക്കായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമ്മുടെ ആദ്യത്തെ സിദ്ധുവിനെ കവച്ച് വെട്ടി, ആദ്യത്തെ സിദ്ധുവിനെ വെട്ടി വീഴ്ത്തി രണ്ടാമത്തെ സിദ്ധു അങ്ങോട്ട് കുതിച്ച് കയറി. എന്തായാലും ആദ്യത്തെ ആ ഒരു നമ്മുടെ സിദ്ധുവിൻ്റെ വരവിലുണ്ടായ നമ്മുടെ ലച്ചുവിനോടുള്ള നോട്ടവും ആ നാണമൊക്കെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സിദ്ധു അങ്ങാട് നമ്മുടെ പ്രേക്ഷക മനസ്സിലോട്ട് അങ്ങാട്ട് ഇടിച്ച് കയറിപ്പോയി. പക്ഷേ ആ ഒരു ഇടിച്ച് കയറുമ്പോൾ ആ ഒരു ഇടിച്ച് കയറലും മാത്രം ഉണ്ടായുള്ളൂ കൂട്ടുകാരെ, അല്ലേ? പിന്നീട് എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ ലച്ചു കലിപ്പ് അല്ലെങ്കിൽ സിദ്ധു കലിപ്പ്, ഇങ്ങനെ കലിപ്പ് 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 രണ്ടുപേരും കൂടി പൊരിഞ്ഞ തല്ലുകൊടുത്തം കേട്ടോ. ഇവർ തമ്മിലുള്ള ഒരു റൊമാൻസോ ഇവർ തമ്മിലുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു 5 മിനിറ്റ് തികച്ചിരിക്കുന്നത് പോലും നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടില്ല. പ്രേക്ഷകർക്ക് അങ്ങനത്തെ ഒരു എപ്പിസോഡ് വേണമെന്ന് കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. കുറേ പേര് ഉപ്പുമുളകിൻ്റെയും വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് അതാ, സിദ്ധു ലച്ചു ഒരു റൊമാൻറ്റിക് എപ്പിസോഡ് വേണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് നമ്മുടെ സിദ്ധു പോകുന്നതിന് മുമ്പ്, തിരികെ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു എപ്പിസോഡ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ സിദ്ധുവും ലച്ചുവും കൂടെ കുറച്ചൊരു നേരം എന്താ പറയുക തനിച്ച് ആ ഒരു റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന നിമിഷങ്ങളും വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ ഇട്ടോ, ആ പാട്ടിൽ ഇവർ രണ്ടുപേരും കൂടി ഡാൻസ് ഒക്കെ കളിച്ചോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഒരു സാധ്യത എന്താന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധു തിരികെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ലച്ചു വീണ്ടും പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഥ പിന്നെ ഉപ്പും മുളകും കിടിലായിരിക്കും. കാരണം നമ്മുടെ ലച്ചുവിനെ എല്ലാവരും കൂടി പരിപാലിക്കുന്നു. ലച്ചു ഇങ്ങനെ വയറൊക്കെ വീർപ്പിച്ചിങ്ങനെ നടക്കുന്നു, ഛർദ്ദിക്കുന്നു, പിന്നീട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ, നമ്മുടെ നീലു പാറുക്കുട്ടിനെ പ്രസവിക്കുന്നത് പോലെ നമ്മുടെ എന്താ പറയുക, ലച്ചു ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്നു. അങ്ങനത്തെ രംഗങ്ങളാണെങ്കിൽ പ്രേക്ഷകർക്ക് കൂടുതൽ ഹരമായിരിക്കും ഇനി കാണാൻ വേണ്ടി, അല്ലേ കൂട്ടുകാർ? എന്തായാലും അങ്ങനത്തെ ഒരു വഴിത്തിരിവൊക്കെ തന്നെ വരട്ടെ നമ്മുടെ ഉപ്പും മുളകിലെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ലച്ചു വീണ്ടും ഒന്ന് പ്രഗ്നന്റ് ആയി കാണാൻ? അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരുന്നതിന് കാണാട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.